മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവിൻ്റെ വരവുമായിട്ട് ചേർന്ന് 10 കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. പ്രധാനമായി നടക്കാൻ പോകുന്ന കാര്യം, ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തിലാണ് റപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാവണം നടക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുള്ള 10 കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അതുപോലെ തന്നെ ഈ കൃപായുഗത്തിൽ തീർന്നുകൊണ്ടിരിക്കുന്ന 10 കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞാണ്, നമ്മളെ ഒരു വണ്ടികളിലൊക്കെ റിസർവ് ആയി കഴിയുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ കാണിക്കും, നിങ്ങളുടെ വണ്ടിയിലെ എണ്ണ തീർന്നു, അടുത്ത ഫില്ലിംഗ് സ്റ്റേഷനിൽ പോയി അത് റീഫില്ല് ചെയ്യണം എന്ന് കാണിക്കുന്ന ഇൻഡിക്കേഷൻ വരുന്നത് പോലെ നമ്മൾ ഈ കൃപായുഗത്തിൻ്റെ എൻഡ് ആയിരിക്കുമ്പോൾ ദൈവം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സാഹചര്യം ഇത് കുറേ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ നമുക്കറിയാം, ഈ സമയങ്ങളിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ വാല്യൂസ് അല്ലെങ്കിൽ എന്തായാലും പറയുന്നത് നമ്മുടെ വാല്യൂ സിസ്റ്റം തന്നെ ഒരുപാട് ഡീഗ്രേഡ് ചെയ്ത് പോയതായിട്ട് കാണുന്നു. എന്നുവെച്ചാൽ 10 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ സംസ്കാരം മാറി. നമ്മൾ നേരത്തെ ഉള്ള സംസ്കാരത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ടായി. നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും, പിതാവിനെയും മാതാവിനെയും കൊല്ലുന്ന മകൻ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് വിഭിന്നമായി പല സ്ത്രീകളെ പ്രാപിക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾ. മനുഷ്യൻ്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുകയാണ്, മൃഗത്തിന് തുല്യമായ സ്വഭാവത്തിലേക്ക് പോയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ മൃഗത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ നീങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ കൾച്ചർ മാറി എന്ന് നമുക്ക് കാണാം. അവൻ്റെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു. എന്തിനാണത് എന്ന് വെച്ചാൽ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിലേക്ക് വേണ്ടി അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും എല്ലാം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇതിൽ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അവൻ്റെ സംസ്കാരം മുഴുവനായിട്ട് മാറുന്നതായിട്ട് കാണും. ഈവൻ ചെടികൾ പോലും വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ നമ്മളെ ഈ പാവലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, പാവൽ എന്ന് പറയുന്ന സാധനം. അത് ചെടി വളർന്നു വന്ന് ഒരു 5 അടിയൊക്കെ വരെ കഴിയുമ്പോൾ അതിനകത്ത് ഒരു സൈസ് വള്ളി വീഴും. ഒരു വള്ളി ഇങ്ങനെ ചുറ്റി അത് വരുന്ന കാണാം. അതിന് പടരാനുള്ളൊരു ബുദ്ധി അതിൽ തന്നെ ഉണ്ട്. അടുത്ത് എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വള്ളി അങ്ങനെ ആരും പറയാതെ തന്നെ വീശിപ്പോയി അത് പോയി പിടിക്കും. അത് പോയി ചുറ്റുന്ന കാണാം. അതാരും പറയണ്ട, അത് തന്നെ പോയി ചുറ്റും. എന്തിനാണ്? അതിൽ പടരാൻ വേണ്ടിയുള്ള കാര്യം. അതുപോലെ തന്നെ ഈ പ്ലാൻ കിങ്ഡത്തിലുള്ള പോലെ തന്നെ അനിമൽ കിങ്ഡത്തിലും ഒക്കെ നമുക്ക് കാണാം ഈ സ്നേഹവും അതുപോലെ ഈ ബുദ്ധിയും ഈ പരിജ്ഞാനവും ഒക്കെ കാണാം. എന്നാൽ ഈ നാളുകളിലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ കൾച്ചർ, സംസ്കാരം ഡീഗ്രേഡ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അത് ആ ഒരു ക്യാരക്ടർ, പുതിയ ഒരു ക്യാരക്ടർ അവരിൽ അങ്ങ് കയറുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇപ്പം യൂത്ത്സിൻ്റെ ഇടയിൽ സാധാരണ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-15 വർഷത്തിന് മുമ്പ് രാവിലെ 5 മണിക്കോ 6 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്ത് പഠിക്കുകയും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നൊരു സ്റ്റേജാണ് വന്നത്. എന്നാൽ ഇപ്പോൾ ആ ഒരു സ്റ്റൈലൊക്കെ അങ്ങ് മാറിയിട്ട് പിള്ളേർ പഠിക്കുന്നതെന്ന് പറയുന്നത് രാത്രിയിലൊക്കെയാണ്. രാത്രിയിൽ നേരം വെളുക്കുന്ന പോലെ 4 മണി വരെ മിക്കവാറും കൂടുതലും പഠനമൊക്കെ തന്നെ ഇപ്പം ഗൂഗിൾ വഴിയും സെർച്ച് ചെയ്തും ഒക്കെയാണ് പഠിക്കുന്നത്. അതിൽ കൂടി പല ഫീൽഡുകളിലും പോകുന്നുണ്ട്. പഠനമല്ലാത്ത കാര്യങ്ങളും അവരൊക്കെ ചെയ്യുന്നുണ്ട്. പല അഡിക്ഷൻസിനകത്തും പലതിനകത്തും അവരൊക്കെ ആയിത്തീരുന്നുണ്ട്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 11 മണി 12 മണിയൊക്കെയാണ് സമയം, എഴുന്നേൽക്കുന്ന സമയം. പലപ്പോഴും കോളേജിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല, വീട്ടിലിരുന്നാലും പഠിക്കാം, വീട്ടിലിരുന്ന് പഠിക്കുന്നത്. അത് കൾച്ചർ അങ്ങനെ മാറി വരിക. എല്ലാം തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കൈ തുമ്പിൽ അല്ലെങ്കിൽ വിരൽ തുമ്പിൽ ആയിരിക്കുന്നു ആ സംസ്കാരം. ആ സംസ്കാരം ഇന്ന് എല്ലാ തലങ്ങളിലും എത്തിക്കഴിഞ്ഞു. എയുടെ പ്രവർത്തനം വന്നതിന് ശേഷം ഇപ്പം പല കാര്യങ്ങളും അതാണ് ചെയ്യുന്നത്, നമുക്കതിൻ്റെ പലതും ആവശ്യമില്ല എന്നുള്ള. അതുകൊണ്ട് ഇത് ഈ മഹോദ്രവകാലത്തെ കൾച്ചറിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, നമുക്ക് 2 വർഷത്തിന് മുമ്പ് ലോകം മുഴുവനായിട്ട് വന്ന ഒരു രോഗമാണ്
കൊറോണ എല്ലായിടും ഉണ്ടായി എന്ന് പറയാം. നമ്മളെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു, എല്ലാവരും പല സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു, ഇത് ദൈവമേ നീ മാറ്റിത്തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ അത് ആ പറഞ്ഞ സമയത്തൊന്നും പോയില്ല, അത് പിന്നെയും അത് നിന്നു ആയിട്ട് കാണുന്നുണ്ട്. അനേകം ആളുകൾ മരിച്ചു പോയത് കാണുന്നു. 1 കോടി ആളുകൾ മരിച്ചു ആയിട്ട് നമുക്ക് റിപ്പോർട്ട്, അല്ലാതെയൊക്കെ ഒരുപാട് പേര് മരിച്ചു. എന്നാൽ ഈ കാര്യം എന്തുകൊണ്ടാണ് വന്നത് എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വന്നത്? എന്താണെന്ന് ചോദിച്ചാൽ ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അത്. ഇങ്ങനെയൊക്കെയുള്ള പെസ്റ്റിലൻസ് വരും എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പത്രത്തിൽ കണ്ടാണ്. ഇതിനേക്കാളും വലിയൊരു കോഴിയുടെ ഒരു വൈറസ് വരുന്നു എന്നും പറഞ്ഞ് 2 ദിവസത്തിന് മുമ്പുള്ള പത്രത്തിൽ ഞാനത് വായിച്ചു. കോഴിയുടെ വൈറസ് വരുന്നു, അത് കൊറോണയേക്കാളും വലുതായിരിക്കും എന്ന് പറഞ്ഞ് വരുന്നു എന്നൊക്കെ. അപ്പോഴേ മഹോദ്രവ കൾച്ചറിലേക്ക് വരാനായിട്ട് ഇന്നത്തെ കൾച്ചർ മാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ക്രിസ്തീയ സഭകളിലും ആ തിരമാല വന്നിട്ടുണ്ട്. കൾച്ചർ മാറിയ കമ്മ്യൂണിറ്റിയിലാണ് ഈ ദൈവമക്കൾ ജീവിക്കുന്നത്. ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ജീവിക്കുമ്പോൾ ആ സ്റ്റൈൽ അനുസരിച്ച് അവരുടെ ചിന്ത എല്ലാം മാറിയിട്ട് അവർ ആ ഒരു മോൾഡിലേക്ക് ആയിത്തീരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് മനുഷ്യൻ്റെ സംസ്കാരം മാറി, രണ്ടാമത് ദൈവത്തിന് മനുഷ്യനോടുള്ള സോഫ്റ്റ് ഡീലിങ്സ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണുന്നു. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നു, പലതിനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. മനുഷ്യന് എന്ന് വെച്ചാൽ ഈ പഴയ നിയമത്തിലെ 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് അവരെ ദൈവം വിടുവിച്ച് കൊണ്ടുവന്നിട്ട് പോലും ദൈവം അവർ തെറ്റിപ്പോയായിട്ട് കാണുന്നു. വീണ്ടും അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവർ ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോഴേ അവരോടുള്ള സോഫ്റ്റ് ഡീലിങ്സ് ദൈവം കുറച്ചു എന്ന് പറയുന്ന പോലെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഈ ക്രിസ്തീയ സഭ പോലും ഈ തെറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ആളെല്ലാം തെറ്റിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം ദൈവത്തിന് മനുഷ്യനോടുള്ള സോഫ്റ്റ് ഡീലിങ്സ് കുറഞ്ഞു. എസ്കേൽ പ്രവചനം 34-6 വാക്യത്തിൽ എൻ്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നുകളിലും ഉഴുന്നു നടന്നു, ഭൂതലത്തിലൊക്കെയും എൻ്റെ ആടുകൾ ചിതറിപ്പോയി, ആരും അവർ തിരികെയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു പ്രവാചകമുണ്ട്. അതിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ആടുകൾ ഇടറിപ്പോകുന്ന ഒരനുഭവം, അത് അന്ത്യകാലത്തിൻ്റെ ഒരു വലിയ ലക്ഷണമാണ്. അത് ഈ റപ്ചർ അല്ലെങ്കിൽ ഈ സമയത്ത് അന്ത്യകാലത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് ഉള്ള ഒരു കാര്യം പറയാനായിട്ടുള്ളത്, വചനാനുസരണമുള്ള ക്രൈസ്തവ സഭ ഈ ലോകത്തിൽ കാണത്തില്ല. ഇപ്പം നമുക്കറിയാവുന്നതാണ്, അപ്പോസ്തലിക് ഉപദേശങ്ങൾ ഫോളോ ചെയ്യുന്ന സഭകൾ തീരെ കുറഞ്ഞു വരികയാണ്. വചന വിരുദ്ധമായി പഠിപ്പിക്കുന്ന സഭകൾ ധാരാളമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലമുറയോടുകൂടി വചന അനുസരണമുള്ള സഭകൾ തീരുന്നു. ലോകം മുഴുവൻ ഇന്ന് ആകർഷണമുള്ള ആരാധനകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രൈസ് ആൻഡ് വർഷിപ്പിനാണ് ഇന്ന് ആളുകളുള്ളത്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ടെങ്കിൽ യൂത്ത്സ് ഒക്കെ വരുള്ളൂ, അല്ലെങ്കിൽ വരത്തില്ല. അല്ലാതെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയോ ദൈവവചനം പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് ആൾക്കാർ വലിയ താല്പര്യമില്ല. പ്രത്യേകിച്ച് അതുപോലെ നമുക്കറിയാം, ഇപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ കൂടെയൊക്കെ ഞാൻ പ്രഭാഷണമൊക്കെ നടത്തുന്നുണ്ട്. ഒരു നല്ലൊരു ബൈബിൾ സ്റ്റഡി ഒരു പ്രഭാഷണം വെക്കുകയാണെങ്കിൽ അതിൽ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ്. കാരണം അവർക്ക് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ, ഫ്യൂച്ചർ കേൾക്കാനും പ്രൊഫസി കേൾക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നാൽ ശരിക്കും നമ്മൾ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നൊരു അവസ്ഥയാണ് കാണുന്നത്. ഇപ്പം തന്നെ DJ പോലെയുള്ള ചിലരെ വർഷിപ്പിന് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഈ സോക്കാൾഡ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഇവാഞ്ചലിക്കൽ ചർച്ചസിൽ പോലും ആൾക്കാരുള്ളൂ, യൂസുള്ളൂ. DJ വർഷിപ്പ് വേണം, ആ ഒരു സ്റ്റൈലിലായി. DJ വർഷിപ്പ് സ്റ്റേജിലില്ലെങ്കിൽ ഇന്നില്ല വർഷിപ്പ്. അതിനുവേണ്ടി വർഷിപ്പ് ലീഡേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഓരോരുത്തർക്കും വർഷിപ്പ് ലീഡർ. അവരിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ മയക്കി ഒക്കെ വർഷിപ്പ് കൊണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ എന്താ കാര്യം എന്ന് വെച്ചാൽ, കർണാനന്തരമായി ചെവിക്ക് കേൾക്കാനുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ അതിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ വചനത്തിന് വിപരീതമായി പഠിപ്പിക്കുക. പിന്നെ അതുപോലെ കാര്യങ്ങളാണ് ട്രഡീഷൻസ് ഇന്ന് സഭകളിൽ ധാരാളമായി കയറിയിട്ടുണ്ട്. അതെന്താണ്, വചനത്തിന് സോള സ്ക്രിപ്ചർ എലോൺ എന്നുള്ളതിന് ഉപരിയായിട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ കയറിയിട്ടുണ്ട്. അതുപോലെ ചില സഭകളിൽ ഇന്ന് എന്താണ്,
എക്സ്പീരിയൻസ് കയറിയിട്ട് എന്നെ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്കിത് എക്സ്പീരിയൻസ് ആയി, ഇതാണ് സത്യം. കാരണം എക്സ്പീരിയൻസിലും അതുപോലെ ട്രഡീഷൻസിലും ഒക്കെ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനോട് കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമാണല്ലോ അത്. അതുകൊണ്ട് ഇന്ന് സഭകളിലെ അത് ഇങ്ങനെ തെറ്റായിട്ടുള്ള പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം. കാരണം ഈ തലമുറയോടുകൂടെ വചനാനുസരണമുള്ള സഭ തീരുന്നതായിട്ട് കാണുന്നു. ഈ തലമുറയിലാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനുള്ള സൗജന്യ അവസരം ഉള്ളത്. അതും ഈ സമയത്തോട് തീരും. കൃപായുഗം കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള സമയമില്ല. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്ന ഒരു കാര്യമില്ല. 1000 ആണ്ട് വാഴ്ചയിൽ ചേർക്കുന്ന ആളുകളുണ്ട്, പല ആളുകളുണ്ട് 1000 ആണ്ട് വാഴ്ചയിലോട്ട് ചേർക്കുന്നത്. അവരൊന്നും തന്നെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. ആ സമയത്ത് ന്യായം വിധിച്ച് കയറ്റുന്നവരുണ്ട്. അവരൊന്നും കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരല്ല. എന്നാൽ അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. അത് ഈ തലമുറയോടുകൂടി അത് അവസാനിക്കും എന്ന് നമ്മൾ മറന്നു പോയത്. അതുപോലെ തന്നെ നമുക്ക് ഈ തലമുറയിൽ സുവിശേഷം പറയാനുള്ള അവസരം ഈ തലമുറയിൽ തന്നെ ഇല്ലാതെയാവും. സുവിശേഷീകരണത്തിൻ്റെ സാധ്യത മങ്ങി വരുന്ന കാണുന്നില്ലേ? ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നോർത്ത് ഇന്ത്യയിൽ ബൈബിൾ കൊണ്ട് നടക്കാൻ പോലും പറ്റാത്തൊരു സ്റ്റേജിലേക്കായി. വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആളുകളെ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അത് അടപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഈവൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള പള്ളികൾ പോലും തന്നെ കയറി ആരാധനാ സ്ഥലങ്ങളെ വികൃതമാക്കുകയും പാസ്റ്റേഴ്സിനെയും അതുപോലെ അച്ഛന്മാരെയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുന്നു. അത് സുവിശേഷീകരണത്തിനുള്ള സാധ്യത മങ്ങി വരികയില്ലേ ഓരോ വർഷം കഴിയുന്തോറും. ഇപ്പം നമുക്ക് കേരളത്തിൽ പോലും ട്രാക്ട് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ പരസ്യ യോഗങ്ങൾ നടത്താനായിട്ട് പലയിടത്തും ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ യൂത്ത് യങ്ങായിട്ടുള്ള ജനറേഷൻ ഒന്നും ഇതിനകത്തേക്ക് വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിനുള്ള സാധ്യത മങ്ങി വരുന്നതായിട്ട് കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്, ശരിക്കും ഇതുപോലെ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ലോകത്തിലെ അതിൻ്റെ കൺട്രോള് ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു വരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ജഡീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുന്നുണ്ട്. ലോകം, ജഡം, പിശാചിൻ്റെ പ്രവൃത്തികൾ കൂടിക്കൊണ്ട് വരുമ്പോഴേ പരിശുദ്ധാത്മാവിന് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റാതിരിക്കുന്ന കാര്യങ്ങൾ. കാരണം മനുഷ്യർ തന്നെ, ദൈവത്തെ അറിയുന്ന മനുഷ്യർ ഒരു കാർണാലിറ്റി വളർന്നിട്ട് കാർണലായി പോയതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റീവ്നെസ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ. ഈ ലോകത്തെ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കുറഞ്ഞു വരുന്നില്ലേ എന്ന് നമ്മൾ കാണുന്നു. അത് 6ാമത്തെ കാര്യമായിട്ട്. 7ാമത്തെ കാര്യമായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ഉള്ള അന്തരീക്ഷങ്ങളാണ്. കുടുംബ ബന്ധത്തിന് ഉള്ള പ്രാധാന്യം ഇന്ന് ഏറ്റവും കുറഞ്ഞു വന്നിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാനായിട്ട്. ഒന്ന്, ഡൈവേഴ്സിൻ്റെ റേറ്റ് കണ്ടുപോകാനും കൂടി. എന്തെങ്കിലും നിസ്സാര കാരണത്തിനാണ് ഡൈവേഴ്സ് ചെയ്യാനായിട്ട് പോകുന്നത്, നോട്ടീസ് അയക്കുന്നത്. ഒന്നുമില്ല, ഒരു നിസ്സാര കാര്യം, AC വർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഭക്ഷണത്തിനകത്തുള്ള പ്രോപ്പർ ക്രമീകരണം ഇല്ലെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സംസാരത്തിൻ്റെ ശുദ്ധി ഇല്ലെന്ന് പറഞ്ഞോ ഒക്കെയാണ് ഡൈവേഴ്സിന് പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റേജിലേക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമങ്ങൾ എഴുതി കൊണ്ടുവന്നു. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സ്റ്റേയിങ് ടുഗദർ, അങ്ങനെ കല്യാണമില്ലാതെ ജീവിക്കാനായിട്ടുള്ള, മ്ലേച്ഛതമായിട്ട് ജീവിക്കാനായിട്ടുള്ള, അതിനൊക്കെ ഫോർണിക്കേഷൻ എന്നും അതുപോലെ അഡൽട്ടറി എന്നുമൊക്കെയാണ് ബൈബിള് നമ്മളോട് പറയുന്നത്. അത് ചെയ്യുന്നവരെ വേശ്യമാരെന്നും ഒക്കെയാണ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റി, അതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് അവരെ സെക്സ് വർക്കർ എന്നൊക്കെയുള്ള ഒരു ഓമന പേരിലാണ് വിളിക്കുന്നത്. അതെല്ലാം കുറഞ്ഞു വരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇത് ഈ മനുഷ്യവർഗത്തിന് ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഫാമിലി സിസ്റ്റം അത് തന്നെ ഇല്ലാതെയായി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പം അൺമാരീഡായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, കല്യാണം കഴിക്കാതെ ജീവിക്കണമെന്ന്. അതുമാത്രമല്ല, കല്യാണം കഴിച്ചാൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടാവരുത്, അങ്ങനെയുള്ളൊരു ചിന്തയിലുള്ള, ഇപ്പോഴേ നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന രീതിയിൽ ഫാമിലിക്കുള്ള ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടുന്നവർ. 8ാമത്തെ കാര്യം, നമ്മളിലൊരു വിശുദ്ധിയുണ്ട്. നമുക്കറിയാം, ഈ ആത്മീയമായിട്ടുള്ളൊരു വിശുദ്ധിയല്ല. ആ വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരാളിനെ സഹായിക്കുക, ഒരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അല്ലെങ്കിൽ മനസ്സാക്ഷി കുറച്ചുകൂടെ ശുദ്ധമായിരിക്കുക, ഇങ്ങനെയുള്ളൊരു ക്ലീൻനെസ് ഉണ്ട്. അതെല്ലാം ഇന്ന് കുറഞ്ഞു വരികയാണ്. ഈ തലമുറയോടെ അതെല്ലാം നഷ്ടപ്പെട്ടു വരുന്നതായിട്ട് കാണുന്നു. അത് എന്താണെന്നറിയത്തില്ല, പൊതുവേ ജനങ്ങൾ സെൽഫിഷ് ആയിക്കൊണ്ട് അന്യരുടെ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനെ സഹായിക്കാനായിട്ട്, ഇന്ത്യൻ മാത്രമല്ല കമ്മ്യൂണിറ്റീസ്, ഒരു കമ്മ്യൂണിറ്റി പോലും മറ്റുള്ള ദുഃഖത്തിൽ പങ്കുചേരാനോ സഹായിക്കാനോ ആ കമ്മ്യൂണിറ്റി ലിവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇൻഡിവിജ്വലായിട്ട് സെൽഫിഷായിട്ട് ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്.
അതുപോലെ നമുക്കറിയാം, പണ്ടൊക്കെ നമുക്ക് 9ാമത്തെ കാര്യമായിട്ട് പറയുന്നത് രാജ്യഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം മാറി ഇപ്പോഴേ സോഷ്യലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികൾ വന്ന് ഡെമോക്രാറ്റിക് സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ആളുകളെല്ലാം ഇലക്ട്രൽ വോട്ടിട്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ആളിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുവരികയാണ്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഒരു രാഷ്ട്രത്തിൽ പോലും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഒരു ക്ലിയറായിട്ട് അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് ഒരു ഗവൺമെൻറ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് സംതൃപ്തിയില്ല. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞാലും, ആര് ഭരിച്ചെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ തന്നെ പാർട്ടി വലുതാക്കാനും അല്ലെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്യാനും അവരുടെ ആളുകളെ കുത്തിത്തിരുവാനും ഒക്കെയുള്ള സാഹചര്യങ്ങളാണുള്ളത്. അല്ലാതെ ഉള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ, ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു ഭരണത്തിനോട് ഒരു താല്പര്യമില്ലാതെ വരുന്നു. അതും ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണത്തിലേക്കുള്ളൊരു ഷിഫ്റ്റായിട്ടാണ് കാണുന്നത്. ആളുടെ ഇടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളത്. 10ാമത്തെ കാര്യം നമ്മുടെ സോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ കൃപായുഗം കഴിയുന്നതോടെ നമ്മുടെ സോളാർ സിസ്റ്റം തന്നെ ടോട്ടലി ചേഞ്ച് ഉണ്ടാകും. പ്രകൃതിയുടെ മാറ്റങ്ങൾ നമുക്കറിയാം. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചാണ്, ഫ്ലഡിനെ കുറിച്ച് സംസാരിച്ചാണ്, ഇതെല്ലാം നമ്മൾ സംസാരിച്ചാണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ കണ്ടുപിടുത്തങ്ങളിൽ കൂടിയും ഒക്കെ തന്നെ മനുഷ്യർക്ക് ദൈവത്തെ വേണ്ട എന്നുള്ള ചിന്തയെ ഉപരിയായിട്ട് തന്നെ ഈ സോളാർ സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത് പലതായിട്ടുള്ള ചിന്തകൾ വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ISRO ചെയർമാൻ പറഞ്ഞത് നമ്മൾ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് സമൂലമായിട്ട് മാറ്റം വരും. ബൈബിളിൽ അത് പറയുന്നുണ്ട്. ഈ സൂര്യനും ഈ ഗോളങ്ങളും എല്ലാം തന്നെ ഇല്ലാതെയാവും എന്ന് പറയുന്നുണ്ട്. അതിനൊരു ചേഞ്ച് വരും. എന്നാൽ ഈ റപ്ചർ വരുന്നത്, ഈ ഉൽപ്രാവണം ഉണ്ടാവുന്നത് ഇതിൻ്റെ സീരിയസ്നെസ് കുറച്ച് കാണിക്കാനായിട്ട് തീർച്ചയായും ഈ സാത്താന് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യുന്നത്, ലോകത്തെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണിക്കാനായിട്ട് സാത്താൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നുമില്ല, ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സാത്താന് സിസ്റ്റത്തിൽ കൂടിയൊക്കെ പ്രവർത്തിച്ച് ഇതിനെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്, സഭയെ ചേർക്കാൻ വരും എന്ന് ക്രൈസ്തവ സഭയ്ക്കെല്ലാം അറിയാം. എന്നാൽ ഇപ്പോഴൊന്നും ഇതുണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് പലതായിട്ടുള്ള പഠിപ്പിക്കലുകൾ വരുന്നുണ്ട്. ഇപ്പോഴൊന്നും ഉണ്ടാവത്തില്ല. നമുക്കറിയാം, ട്രിബുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, സാത്താൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ ട്രിബുലേഷൻ, മിഡ് ട്രിബുലേഷൻ, പോസ്റ്റ് ട്രിബുലേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തിയറികളുണ്ട്. ഇതൊക്കെ നേരത്തെ സാത്താൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്നാൽ റപ്ചർ ഒന്നും ഇപ്പം നടക്കത്തില്ല. അതുകൊണ്ട് സാരമില്ല, ഇതൊക്കെ കുറേ നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. 2 പത്രോസ് 3:9 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനാണ് ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അപ്പോൾ അതിനകത്ത് ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ കർത്താവ് താമസിക്കും. ആരും നശിച്ചു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ 21 ബാധകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ദൈവം പിന്നെയും മനുഷ്യനെ മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. ദൈവം ലാസ്റ്റ് മൊമെൻ്റ് വരെ എന്ന് പറഞ്ഞാൽ അർമ്മദോൻ യുദ്ധത്തിന് മുമ്പ് വരെ ദൈവം മനുഷ്യന് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങൾ പല സമയങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇത് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഈ ദൈവത്തെ ദുഷിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ തിരികെയും മനുഷ്യൻ ചെയ്തില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ റപ്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അവസാനിക്കുന്ന 10 കാര്യങ്ങൾ, ഈ ഈ നാളുകളിൽ അവസാനിക്കുന്നത്, ഇതെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പൈശാചിൻ്റെ പിടിയിലാകപ്പെട്ടു. കർത്താവിനെ അറിയാത്തവർ അങ്ങനെ ഒരു അവസ്ഥയിലേക്കായിപ്പോകും. അതുകൊണ്ട് നമ്മൾ നമ്മൾ ഈ 21 ബാധകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അറിയാം എന്ത് കഷ്ടം, എന്ത് പ്രയാസമുള്ളതാണ്. ലോകത്തിന് എന്തോ കഷ്ടം വരുന്ന ബാധകളാണ് വരുന്നത്. അതിൽ കൂടി നമ്മൾ പോകരുത്. അതുകൊണ്ട് ഈ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കർത്താവിനെ അറിയാനായിട്ടൊരു തീരുമാനം നിങ്ങൾ എടുക്കണമേ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകളുണ്ട്. ട്രിബുലേഷനിൽ കൂടി സഭ കടന്നു പോകും, നമ്മളെല്ലാം കടന്നു പോകും എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പിശാച് പഠിപ്പിക്കുന്നതാണ്. ദൈവം അനുവദിക്കാതെ നാളെ നമുക്ക് സഭ എടുക്കപ്പെടുന്നു, ട്രിബുലേഷനിൽ കൂടി കടന്നു പോകുമോ കടന്നു പോകത്തില്ലയോ എന്നുള്ള ചില വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് നമുക്ക് ചിന്തിക്കാം.
തീർച്ചയായും ഇത് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. സഭ അല്ലെങ്കിൽ ഈ യുഗം കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളാണ് പറഞ്ഞത്. ക്രിസ്തീയ സഭകളും ഒക്കെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെ ഒരുങ്ങി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ആൻറ്റിക്രൈസ്റ്റ് ഭരണത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണല്ലോ. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് വലിയൊരു വിടുതൽ വരും, സഹായം വരും. ഉയരത്തിൽ നിന്ന് നമുക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നാന്ന് വരുന്ന നമ്മൾ അവനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അവൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു അത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസൻറ്റ് ചെയ്യും, നമുക്ക് ഉത്തരം തരികയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നല്ലോ. കർത്താവേ, നിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നീ ദീർഘക്ഷമ കാണിക്കുകയാണ്. കർത്താവേ, ചിലർ വിചാരിക്കുന്നത് പോലെ നിൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാനായിട്ട് നീ താമസിക്കുന്നില്ല. കർത്താവേ, പലരും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലായിക്കൊണ്ട് ഇതൊക്കെ പറയുന്ന വെറുതെയാണെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. കർത്താവേ, അവർക്ക് അറിയാത്ത നാളിൽ കെണി പോലെ കർത്താവിൻ്റെ ദിനം വന്നു ചേരും, അവരോട് ഉപേക്ഷിക്കപ്പെട്ടു പോകുമല്ലോ. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു, ആരും ഉപേക്ഷിക്കപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങൾ സമർപ്പിക്കപ്പെട്ട് ജീവിപ്പാൻ കർത്താവെ സഹായിക്കണമേ. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിൻ്റെ വഴിയിൽ ജീവിക്കുന്നവരായിരിക്കാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണം കർത്താവെ, സഹായിക്കണം കർത്താവെ. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഐസൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഇത് കാണുന്നുണ്ടല്ലോ. ദൈവമേ, ഈ ദിവസങ്ങളിലെ കാഴ്ചശക്തി തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ രീതിയിൽ മങ്ങിയിരിക്കുന്നെങ്കിൽ അതെല്ലാം മാറി ക്ലിയർ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ആ വിഷയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഡൈവേഴ്സിലെ കർത്താവെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടല്ലോ കർത്താവെ. ചില കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ പോലും കർത്താവ് ഒത്തുകൂടാനായിട്ട് പറ്റാതിരിക്കുന്ന സാഹചര്യങ്ങളിലെ കർത്താവെ മാനസികമായി അകന്നിരിക്കുന്ന സാഹചര്യങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ നിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങളുടെ മേലെ വർഷിക്കണം. അവർ അന്യോന്യം സംസാരിപ്പാനായിട്ടും കരുതുവാനായിട്ടും ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധം അതിൻ്റെ വിലയിൽ, അതിൻ്റെ അർത്ഥത്തിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലുമൊക്കെ പേഴ്സണൽ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഈ രാത്രി ദൈവം നിങ്ങൾക്ക് അതിന് വലിയൊരു വിടുതൽ തരും, സഹായിക്കും. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുമോ? രാത്രി കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്താവശ്യമായാലും കർത്താവെ നീ അവർക്കത് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയോ അല്ലെങ്കിൽ അയച്ചു തരികയോ ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.